ഇപ്പൊ ഇതിങ്ങനെ മനോഹരമായിട്ട് നിൽക്കുമ്പോ ശരിക്കും ഇനി അടുത്തത് എന്താണ് മനസ്സിൽ പ്ലാൻ? പാലൂർ പള്ളി ഉണ്ടാക്കണം. ഓക്കെ ഓക്കെ. സ്വർണത്തിൽ വിരിയുന്ന സ്വപ്നങ്ങൾ, വിശ്വാസത്തിൽ തീർത്ത ബന്ധങ്ങൾ, പത്തരമാറ്റിന്റെ പുഞ്ചിരി നൽകാൻ കാക്കശ്ശേരി നൽകും തങ്കത്തിളക്കം. കാക്കശ്ശേരി ജ്വല്ലറി, ജാക്ക് ആർക്കേഡ്, കോട്ടപ്പടി. AD 52 യേശുവിൻ്റെ ശിഷ്യൻ തോമസ് ലീഹ കേരളത്തിലെത്തുന്നതും ഇന്ത്യയിൽ ആദ്യമായി ഒരു ദേവാലയം, ഒരു ക്രിസ്ത്യൻ ദേവാലയം പാലയൂരിൽ സ്ഥാപിക്കുന്നതും. ഒരു വലിയ മനോഹരമായ ഒരു വാസ്തുശില്പമാണ് പാലയൂർ ദേവാലയം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലയൂർ ദേവാലയത്തിൻ്റെ അതേ മാതൃകയിൽ ഈർക്കിളി കൊണ്ടുണ്ടാക്കിയ ശില്പത്തിന് മുൻപിലാണ്. ഇത് ഗുരുവായൂരിനടുത്ത് കോട്ടപ്പടി ബിജു മാറോക്കിയെ ഒരുപക്ഷെ നമ്മൾ ഇത് മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ 3ാമത്തെ വലിയ സൃഷ്ടിയാണ്. ഇതിനു മുമ്പ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇടവകയായ കോട്ടപ്പടി ദേവാലയം ഉണ്ടാക്കി. അതിനുശേഷം ഒരിക്കൽ പോലും കയറിയിട്ടില്ലാത്ത ഗുരുവായൂർ അമ്പലം ക്ഷേത്രത്തിൻ്റെ വലിയ ഒരു ശില്പം അദ്ദേഹം ഉണ്ടാക്കി അത് ഗുരുവായൂർ ദേവസ്വത്തിന് സമർപ്പിച്ചു. ഒരിക്കൽ പോലും ക്ഷേത്രത്തിൽ കയറിയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അതിൻ്റെ ഉൾവശമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അത്ര മനോഹരമായിട്ടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും അതുപോലെ ചിത്രങ്ങളിൽ നിന്നൊക്കെ കണ്ട് അത് അങ്ങനെയാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ മാതൃക ഉണ്ടാക്കിയിട്ട് അത് കൊടുത്തത്. നമ്മൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇതാ മറ്റൊരു വലിയ മാതൃക ഈർക്കിളി കൊണ്ട് ഏകദേശം എത്രയാണ്? 1,00,000 ഈർക്കിളി കഷ്ണം കൊണ്ട് 1,00,000 ഈർക്കിളി കഷ്ണം കൊണ്ടാണ്. ബിജു മാറോക്കിയുടെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 1,00,000 ഈർക്കിളി എങ്ങനെയാണ് ഈ ഒരു പ്രവൃത്തിയിലേക്ക് എത്തിപ്പെടുന്നത്? കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് അല്ലെ? ഞാൻ ആദ്യം പള്ളി ഗുരുവായൂർ അമ്പലം ഉണ്ടാക്കി. അന്ന് ഞാൻ ഈ ചാനലിനോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത് ഉണ്ടാക്കാൻ പോണത് പാലയൂര് പള്ളിയാണ്. അപ്പൊ അതിനനുസരിച്ച് ഉണ്ടാക്കി വന്നാണ്. പക്ഷെ ഇത് കുറച്ചും കൂടി സ്പീഡായില്ലേ? സ്പീഡായത് അന്നത് 9 മാസം എടുത്തിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ എടുത്തത്, മോഡൽ ഉണ്ടാക്കിയത്. അത് 6 മാസം കൊണ്ട് അന്നുണ്ടാക്കിയത് 5,000 ഈർക്കിളിയാ ഗുരുവായൂർ അമ്പലം. അപ്പൊ 1,00,000 അടുത്ത് ഈർക്കിളി കഷ്ണം കൊണ്ട് വീണ്ടും ഒരുപക്ഷെ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് ഈ ഈർക്കിളി കൊണ്ട് ഉണ്ടാക്കുന്നത്? ഈ ഒരു ഇങ്ങനത്തെ ഒരു ആശയത്തിലേക്ക് വരണേ? അന്ന് ഞാനൊരു യൂട്യൂബില് ഈർക്കിളി കൊണ്ട് ഒരു പള്ളി കണ്ടതിന് ശേഷമാണ് അതിന്റെ അത് ഉണ്ടാക്കണം അങ്ങനെ ഒരു പ്രചോദനം തോന്നിയത് അല്ലേ? ഇതെങ്ങനെ പഠിച്ചത് ഉണ്ടാക്കാനൊക്കെ? പഠിച്ചാ ഞാൻ അതിനു വേണ്ടി പഠിച്ചിട്ടൊന്നുമില്ല. എന്റെ സ്വയം ഇഷ്ടത്തിന് വേണ്ടി ഇത് ഉണ്ടാക്കി തുടങ്ങിയതാണ്. ഓക്കെ. ഇത് നമ്മള് പറയില്ലേ, നല്ല ക്ഷമ വേണം അല്ലേ? ഇത് വലിച്ചെറിഞ്ഞുണ്ട് എന്നിട്ടും ഇതെടുത്തിട്ട് വീണ്ടും ഒട്ടിച്ചു. അതായത് ഇത് ശരിയാവില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇതിന്റെ ഇങ്ങനെ ഈ വളവുകളും ഇതിന്റെ ഈ മുന്നില് ഏറ്റവും ബുദ്ധിമുട്ട് ഇതിനാണ് ഈ സൈഡിലെ വളവുകൾക്ക് അല്ലേ? അതൊക്കെ അത്രയും സമയമെടുത്ത് ചെയ്തതാണ്. അളച്ചുണ്ടാക്കണം ആദ്യം, ഒട്ടിക്കണം. ഇത് ഉണ്ടാക്കുമ്പോ എന്തെങ്കിലും ചിത്രങ്ങൾ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്? ഒന്നും ഉണ്ടാക്കിയില്ല, മനസ്സിലുള്ള പാലൂർ പള്ളിയാണ്. അപ്പൊ എന്തെങ്കിലും സംശയം പാലൂര് പോകും. അച്ഛന്റെ വീട് പാലൂരാണ്. ഓ, അമ്മ വീട് പാലൂരാണ്. അമ്മ വീട് അവിടത്തെ ഒരു പരിചയം ഉണ്ട്. എന്നും പോയിട്ട് ചെറുപ്പത്തിലെ തൊട്ട് മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒരു പള്ളിയാണ്. അന്ന് ചെറുപ്പത്തിലെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, വെറും ഒരു ഓളം മരിയാണ്. ഇപ്പൊ അതിപ്പോ മോഡലും മാറി. ഇപ്പോഴത്തെ പുതിയ മോഡൽ അനുസരിച്ചിട്ടാണ് പണിതിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇതൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ കുനിപ്പും കാര്യങ്ങളൊക്കെ
ഇത് ഇങ്ങനെ ചെരിച്ചിട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് വെക്കുന്നതാണ്. അല്ലല്ല, ഇത് ആദ്യം ഇത് ഒട്ടിച്ചിട്ട് ആ. ഇങ്ങനെ ഓരോന്ന് ഒട്ടിച്ച് ഓരോ കുഞ്ഞു കുഞ്ഞു പീസുകൾ ഒട്ടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കണത്. ഈ ഇത്രയും വലിയ ഹൈറ്റ് ഉള്ള ഇത് മണിമാളിക എന്നല്ലേ പറയാ? മണിമാളിക. ഇത് എങ്ങനെയാണ് ഇതിനെ നിർത്തുന്നത്? ഇത് ഇത്രയും ഹൈറ്റില് അത് 4 അഴയാണിത്. ആ, ഒരു ഭാഗത്ത് മാക്സിമം 2000 ഇർക്കിലേറി അത് വരുന്നുണ്ട്. ഒരു സൈഡില് 2000 ഇർക്കിൽ വന്നിട്ടുണ്ട്. ഉള്ളിലുണ്ട് അതുണ്ട്. ആ ആ ആ ആ. അങ്ങനെ 4 ഭാഗത്തത് ആകുമ്പോ ഇത് വരട്ടാ, ഓക്കെ. ആ, അത് സെപ്പറേറ്റാ. അത് വേറൊരു പീസാ. ഓക്കെ. ആ ആ. അതപ്പോ കനം കൂട്ടിയിട്ട് ഒട്ടിച്ചിട്ട്, അതായത് ശരിക്കും ബിൽഡിംഗ് പണിയണ പോലെ Building തന്നെ പണിയന്നെ. പില്ലർ പോലെ പണിത് ഒട്ടിച്ച് അല്ലെ? അങ്ങനെ ഒട്ടിച്ചേക്കുന്നത്. ഓക്കെ. ഇത് ഇന്ന് നമ്മള് ഇനി ഇത് പാലയൂർക്ക് കൊടുക്കും. ഇന്ന് പാല് വെക്കുന്നത് അച്ഛൻ്റെ കയ്യില് ധരിപ്പിച്ചു കൊടുക്കും. ഓക്കെ. പ്രത്യേകിച്ച് അവിടെ പെരുന്നാളാണല്ലോ അല്ലെ? ആളാണ്. ആ ആ. അച്ഛൻ പറഞ്ഞു അത് ഇന്ന് കൊടുന്നുണ്ടെങ്കിൽ പെരുന്നാൾ വരെ ഓക്കെ. പള്ളിയിൽ വെച്ച ആ, പള്ളിയിലകത്ത് വെക്കും. പള്ളിയിലകത്ത്. ഓക്കെ. അത് കഴിഞ്ഞ മൂശത്തിലേക്ക് ആ ആ. മാറ്റാം. ഇനി അടുത്തത് എന്താണ് മനസ്സില്? ഇനി അടുത്ത് ഒന്നും തീരുമാനമായിട്ടില്ല. ഓക്കെ. ആ. അതാ അന്ന് പറഞ്ഞ തന്നെ ഇതിന്റെ എല്ലാ ചെറുക്കളെയും സ്വന്തം ഉണ്ടാക്കിയതാണ്. സ്വന്തമല്ല, എന്റെ ഭാര്യ ഞാൻ ഭാര്യ ഉണ്ടാക്കിയതാണ്. ഭാര്യ. ഭാര്യയുടെ സപ്പോർട്ട് ഉണ്ട്. സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇങ്ങനത്തെ പ്രാന്ത് പിടി എന്നൊക്കെയുള്ള ഇതിന് പറയാ നമ്മള്. ഇത് കാണുമ്പോ ചിലപ്പോ ഭാര്യ എടുത്ത് എറിയാനാണ് ചിലപ്പോ സാധനം. എല്ലാ ചെറുക്കളെയും ഭാര്യ അത്രയും സപ്പോർട്ടാണ്. ഭാര്യ മക്കളും അല്ലെ? 2 മക്കള്. 2 മക്കള്. ഭാര്യയാണ് ഇതിന്റെ എല്ലാ ഇറക്കിലും ഉണ്ടാക്കിയത്. ആ ആ ആ. ഭാര്യ അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെയും കൂടിയിട്ടുള്ള ഒരു സൃഷ്ടിയാണ് അല്ലെ? ഇതെല്ലാം ഫെവിക്കോള് മീൻസ് പശ വെച്ചിട്ട്. ആ. ഇതിനെന്തെങ്കിലും സ്ട്രക്ചർ ഉണ്ടാവും? മറ്റേ പേപ്പറിന്റെ എന്തെങ്കിലും ഒരു ബോർഡർ പോലെ ഉണ്ടാക്കും? അല്ല, നിക്കല്ലത്. ആ ആ. നല്ല ക്ഷമ വേണം അല്ലെ? എങ്ങനെ ക്ഷമ പഠിച്ച്? ക്ഷമ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഇപ്പൊ ഒന്നാനെ പ്രഷർ ഇപ്പൊ 170,000 രൂപ. ഇത് അതുണ്ടാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. വേറെ ഒന്നുമില്ല. അതായത് പണി കഴിഞ്ഞിട്ട് വന്നിട്ടല്ലേ ഉണ്ടാക്കുക? 1 മണിക്കൂർ 1 മണിക്കൂർ ഉണ്ടാക്കും. ശരിക്കും പണി കഴിഞ്ഞു ഒന്ന് റെസ്റ്റ് ചെയ്യാനല്ലേ തോന്നുന്നത് സാധാരണ? അത് ഉണ്ടാക്കുന്ന ഒരു മനസ്സിലായത് വന്നിരിക്കും. ഓക്കെ. കൂട്ടുകാരൊക്കെ സഹായിക്കും. നിന്റെ മുതലാളി ഇതിനുവേണ്ടി പട്ടികളും ഒക്കെ എനിക്ക് തോന്നി ചെയ്യും. മുതലാളി പറയുന്നത് അങ്ങനത്തെ ഒരു കലാകാരൻ ആദ്യമായിട്ട് കാണും. എല്ലാ സപ്പോർട്ടും മുതലാളി ജോസ്മണിയേട്ടൻ അത്രയും സപ്പോർട്ടാണ് അവിടുന്ന് അല്ലേ? സപ്പോർട്ടാണ്. അന്ന് പറഞ്ഞ ഒരു മേശ അന്ന് ഉണ്ടാക്കില്ലേ, ഇതേമാതിരി തന്നെ പറഞ്ഞു ക്ലബ് പേര് 4 ക്ലബ് പേരാണ് നിങ്ങൾക്ക് പ്ലൈവുഡ് മേടിച്ച് നടക്കുന്നത്. ഇനി ആ ടേബിളായിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്? ടേബിളല്ല, വെറും പ്ലൈവുഡ് മാത്രമേ ഉള്ളൂ ചെയ്തിട്ട്. ഓക്കെ. അതുമ്പോ ഇങ്ങനെ സ്ക്രൂ ചെയ്തിട്ട് വെക്കും. കോട്ടപ്പുള്ളിക്കാർക്ക് വലിയൊരു അഭിമാനമാണ്. അപ്പൊ എന്തായാലും വലിയ അഭിനന്ദനം. ഇനിയും കൂടുതൽ കലാസൃഷ്ടികൾ ഉണ്ടാവട്ടെ.